ട്രയൽ റൂം എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഏത് പടമായാലും നിങ്ങളുടെ ബേസ് സ്റ്റോറി റിയലിസ്റ്റിക്കും അല്ലാത്ത ഔട്ടർ സ്റ്റോറീസാണ് നിങ്ങൾ അൺറിയലിസം കൊണ്ടുവരാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ലൈൻ ബസ്സേൽ, അതായത് പ്രൈവറ്റ് ബസ്സേൽ ചുമ്മാതെ കയറിയിരിക്കുക, എങ്ങും പോകാനില്ല, ലാസ്റ്റ് സ്റ്റോപ്പിൽ ബസ് ടിക്കറ്റ് എടുക്കുക. ഫസ്റ്റ് ജനറേഷൻ ക്രോസ് ചെയ്ത് സെക്കൻഡ് ജനറേഷൻ പ്രൊഡ്യൂസേഴ്സ്, അതായത് പ്രൊഡ്യൂസേഴ്സ് വരുമ്പം അവർ അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്. എല്ലാവരും ബെൻസ് കാറായാലും BMW നടക്കുന്നത്. ഈ ബൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡയറക്ടർ പോയാൽ ബൈക്ക് നടന്നെന്ന് പറയുന്നു. അതുപോലും ബൈക്ക് പോലും ഓടിക്കാൻ അറിയാത്ത പ്രൊഡ്യൂസർമാർ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പം ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിയുടെ ഒരു ബേസ് ലൈന് ജനകീയമായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ഫാൻറ്റസി വേണമെങ്കിലും ബിൽഡപ്പ് ചെയ്യാം. പക്ഷെ ഫാൻറ്റസിക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ള ഫാൻറ്റസൈസ് ചെയ്തിട്ടുള്ള പടങ്ങൾ മലയാളത്തിലല്ല, ഇവിടെ വർക്കൗട്ട് ആവാറില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. പല പടങ്ങളും പേര് ഞാൻ പറയുന്നില്ല. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. നമ്മളിന്ന് കവർ ചെയ്യുന്ന സബ്ജക്റ്റ് ട്രയൽ റൂം എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇംഗ്ലീഷിൽ ട്രയൽ റൂം എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇതിന് ഒരു ഉദാഹരണം പറയാനുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വന്നു. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഡെബ്യൂ ഡയറക്ടറും കൂടെ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നു. ഒരു റൊമാൻറ്റിക് സബ്ജക്റ്റാണ്. റൊമാൻറ്റിക് സബ്ജക്റ്റിനകത്ത് നായകൻ്റെ അപ്പൻ സുഖമില്ലാണ്ട് കിടക്കുന്നു. നായകൻ്റെ അമ്മയ്ക്ക് ജോലിയില്ല. ഒരു പെങ്ങളുണ്ട്, കോളേജിൽ പഠിക്കുന്നു. നായകൻ പഠിച്ചു കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്നു. ഒരു പെങ്കൊച്ചിൻ്റെ പുറകെ നടക്കുന്നു. ഇതാണ് സബ്ജക്റ്റിൻ്റെ ഒരു ആമുഖം. അപ്പം നായകൻ ഇങ്ങനെ സാഹചര്യത്തിൽ പോകുന്ന ഒരു നായകൻ ഡ്യൂക്ക് ബൈക്കാണ് നായകന്. അതായത് ഡ്യൂക്ക് ബൈക്കിലാണ് കറങ്ങി നടക്കുന്നതൊക്കെ. അപ്പം ഒരു സിറ്റിയിലല്ല, ഒരു ടൗൺ വില്ലേജ് ഏരിയയിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചതിന് ശേഷം ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററിന് ചോദിച്ചു, ഈ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നായകൻ എങ്ങനെയാണ് ഈ ഡ്യൂക്ക് ബൈക്കിൽ നടക്കുന്നത്? അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഡ്യൂക്കിലാണ് നായകൻ നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക്? നിങ്ങളത് വെച്ചപ്പോൾ എന്താ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതായത് നായകൻ ഒരു കോളേജിൽ, അതായത് കോളേജിൻ്റെ വാദത്തിൽ പോയി നിന്ന് ഒരു പെൺകുച്ചിയുമായിട്ട് ലവ് ആവുന്നതാണ് ഇതിൻ്റെ ഒരു ആമുഖം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ അത് ആക്ച്വലി അത് ആദ്യം ബസ്സായിരുന്നു. അതായത് പ്രൈവറ്റ് ബസ്സിൽ നായകൻ എല്ലാ ദിവസവും പ്രൈവറ്റ് ബസ്സിൽ പോകുന്നു, പെൺകുച്ചിനെ കാണുന്നു, അങ്ങനെ ഇവർ നോട്ടോ ആവുന്നു, ഇൻഫാക്ച്വേഷൻ ആവുന്നു, ലവ് ആവുന്നു. ഇങ്ങനെയാണ് സീൻ വെച്ചിരുന്നത്. ഞാൻ വെച്ചു പിന്നെന്ത് പറ്റി? ഡയറക്ടർ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് ബൈക്കിൽ കയറാം. ബൈക്കിൽ കയറിയാൽ കുറച്ചുകൂടെ വ്യാപ്തി കിട്ടും. അതായത് സോ ദാറ്റ് ക്യാരക്ടർ ക്യാൻ ബി എക്സ്പാൻഡഡ്. അതായത് പല സ്ഥലത്തുകൾ കൊണ്ടുവന്നിട്ട് നായകനെ നമുക്ക് പ്ലേസ് ചെയ്യാം. മൂവിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, വിച്ച് ഇസ് ട്രൂ. ഞാനത് സംഭവിച്ചു. അപ്പോൾ അതായത് നായകൻ ബൈക്ക് റൈഡിൽ പോകുന്നു, അതിൻ്റെ ഒരു സോങ് സീക്വൻസ്, അല്ലെങ്കിൽ ഊട്ടിയിൽ പോകുന്നു, എവിടെ വേണമെങ്കിലും പോകാമല്ലോ, മൂന്നാറിൽ പോകുന്നു, അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഞാൻ ചോദിച്ചു, ഇതിന് പക്ഷേ ഒരു ലോജിക്ക് ഇല്ലായ്മ ഉണ്ടല്ലോ. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? കാരണം അതൊരു ലോജിക്ക് പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പോഴാണ് എൻ്റെ അടുത്ത് മറ്റേ ഡയറക്ടർ, പിന്നെ ഞാനിതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഇവരുടെ ഒരു പുതിയ ഡെബ്യൂ ആൾക്കാരല്ലേ, അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ അടുത്ത് ഡീറ്റെയിൽ ചോദിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഡയറക്ടർ അറിയപ്പെടുന്ന ഒരു നല്ലൊരു ഫാമിലി എന്നുള്ള ഒരാളാണ്. അതായത് കാശുള്ള ഫാമിലി എന്നുള്ള പയ്യനാണ്. കോളേജിൽ പഠിച്ചിട്ട് ഡയറക്ടർ ആവാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടർ പയ്യൻ ഇന്ന് വരെ ലൈൻ ബസ്സിൽ കയറിയിട്ടില്ല. അതായത് KSRTCയോ പ്രൈവറ്റ് ബസ്സിലോ പുള്ളി കയറിയിട്ടേ ഇല്ല. പുള്ളി സ്കൂളിൽ പഠിച്ച സമയത്ത് സ്കൂളിൻ്റെ ബസ് വരുമായിരുന്നു, സ്കൂൾ ബസ്സിലായിരുന്നു സ്കൂളിൽ പോകുന്നത്. 12ാം ക്ലാസ് വരെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി പഠിച്ച കോളേജിന് ബസ് ഉണ്ടായിരുന്നു, ആ ബസ്സിലാണ് പുള്ളി പൊയ്ക്കൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുള്ളി ഇതുവരെ, അതിനുശേഷം ബൈക്കായി. അപ്പോൾ കോളേജിൽ കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരന് ബൈക്ക് വന്നു. പിന്നെ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പം പുള്ളി ബൈക്കിലാണ് കോളേജിൽ പോകുന്നത്. അതായത് പുള്ളിക്കൊരു 23-24 ആയിരിക്കും ഇയേഴ്സ്. പുള്ളിയുടെ ഇത്രയും ലൈഫിൽ പുള്ളി ഇതുവരെ ഒരു പ്രൈവറ്റ് ബസ്സിലോ KSRTC ബസ്സിലോ പുള്ളി കയറിയിട്ടില്ല. അങ്ങനൊരു അനുഭവമില്ല പുള്ളിക്കാരന്.
അപ്പോൾ ഈ ട്രയൽ റൂം ഇഫക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സിനിമ കാണുന്നത്, അതായത് സിനിമ നമ്മൾ പാഷനേറ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ ഇറങ്ങുമ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് എടുത്തിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അത് ഏത് പടമായാലും നിങ്ങളുടെ ബേസ് സ്റ്റോറി റിയലിസ്റ്റിക്കും അല്ലാത്ത ഔട്ടർ സ്റ്റോറീസാണ് നിങ്ങൾ അൺറിയലിസം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ ആവേശം പോലൊരു പടം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് സ്റ്റോറി എന്താണ്? കോളേജിലെ റാഗിങ്ങിൽ പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു തല്ല് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിള്ളേരുടെ മുമ്പിലേക്ക് ഒരു ഗുണ്ടനെ അവർ തപ്പിയെടുക്കുന്നു. ഇതാണ്. പക്ഷെ ബേസ് സ്റ്റോറി റാഗിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ കോളേജിൻ്റെ കാലഘട്ടം എനിക്കറിയത്തില്ല, പക്ഷെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് നല്ല റാഗിങ് ആയിരുന്നു. ഈ +2 ഇല്ലായിരുന്നു, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് എന്ന് ചേരുമ്പം ഞാനൊക്കെ എന്തോരം തീപ്പെട്ടി എണ്ണിയിട്ടുണ്ടെന്നറിയാം. കോളേജിൻ്റെ വരാന്ത മൊത്തം തീപ്പെട്ടി കോലും കൊണ്ട് എണ്ണിപ്പിക്കും, ഒരു 100 മീറ്റർ. അപ്പം ഞാൻ ഒരുപാട് റാഗിങ് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ റാഗിങ്ങിനെ കുറിച്ച് എനിക്കറിയാൻ ചെയ്യാം. അപ്പോൾ അതൊരു റിയലിസ്റ്റിക് ഭാഗമാണ്. അപ്പോൾ ഈ റിയലിസ്റ്റിക് ഭാഗം മിസ്സാവുന്നതാണ് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സിനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും. പല പ്രൊഡ്യൂസർമാരും വെൽ ടു ഡു ഫാമിലി, വെൽ ടു ഡു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയത്തില്ല എന്ന് പറയും. അതുകൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചാൽ തന്നെ അവർക്ക് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഇങ്ങനെ നടക്കുമോ. എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ ഞങ്ങളിന്ന് സംസാരിച്ച സമയത്ത് ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിലും വേഴ്സായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. പക്ഷെ ആ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാവുന്നില്ല. അപ്പോൾ ട്രയൽ റൂം എഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സിനിമ കണ്ടു വളരും. സിനിമയാണ് നിങ്ങളുടെ പാഠപുസ്തകം, അല്ലാതെ റിയൽ ലൈഫ് അല്ല. അപ്പം ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. ഞാൻ എന്നിട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വിട്ടു. ഞാൻ ആദ്യം ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ പോയി കേരളത്തിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ലൈൻ ബസ്സിൽ, അതായത് ഒരു പ്രൈവറ്റ് ബസ്സിൽ ചുമ്മാതെ കയറിയിരിക്കുക, എങ്ങും പോകാനില്ല. ലാസ്റ്റ് സ്റ്റോപ്പിൽ ബസ് ടിക്കറ്റ് എടുക്കുക, ലാസ്റ്റ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങുക. ആ ബസ് യാത്രയിൽ ശ്രദ്ധിക്കുക, അത് ചുറ്റുവട്ടം മൊത്തം ശ്രദ്ധിക്കുക. ബസ് കയറുന്ന ആൾക്കാർ, ഇറങ്ങുന്ന ആൾക്കാർ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, അത് ജീവിതം ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ചുറ്റുപാടും നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ലൈൻ അടിക്കുന്നവരെ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണറിയുന്നവരെ കാണാം, ചിലപ്പം പോക്കറ്റ് അടിക്കാരെ കാണാം. ഇങ്ങനെ പല ജീവിത റിയാലിറ്റിയിലുള്ള പല ആൾക്കാരെ നിങ്ങൾ കാണാൻ പറ്റും. അതുപോലെ KSRTC ബസ് കയറി ഇറങ്ങുക. പ്രൈവറ്റ് ബസ്സിൽ കയറുന്നതിനോട്ടല്ലല്ലോ KSRTC ബസ്സിൽ കയറി ഇറങ്ങുക. അപ്പം നിങ്ങൾക്ക് ഒരു ജീവിതത്തിലുള്ള റിയലിസ്റ്റിക് വരും. അത് നിങ്ങൾ മൂവി കണ്ടാണ് വളരുന്നത്. സോ മൂവി ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. മൂവി എടുക്കുമ്പം, നിങ്ങളൊരു മൂവി എടുക്കാൻ ഇറങ്ങുമ്പം നിങ്ങൾ ബേസ് ചെയ്യുന്ന, നിങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്യുന്ന മൂവിയിലാണ്. അപ്പോഴാണ് ഈ നമുക്ക് മൂവികൾ വർക്കൗട്ട് ആവാതെ വരുന്നത്. മനസ്സിലായി? നിങ്ങൾ സ്പേസിൽ പോയി മൂവി എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ കുറേ സ്ക്രിപ്റ്റുകൾ വരാറുണ്ട്, ഫാൻറ്റസി, എക്സ്ട്രീം ഫാൻറ്റസി ആയിട്ടുള്ളത്, ടൈം ട്രാവൽ, ഫ്യൂച്ചർ ട്രാവൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹോളിവുഡൊക്കെ ആ ലെവലിൽ ഓൾറെഡി പണ്ട് മുതലേ എത്തി. ഇനിയിപ്പോൾ നമ്മളൊരു ടൈം ട്രാവലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി കോറിലേറ്റ് ചെയ്യുന്ന ഹോളിവുഡ് മൂവീസായിട്ടായിരിക്കും, നമ്മുടെ നാട്ടിലെ മൂവിയായിട്ടായിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡയറക്ടേഴ്സിനടുത്തും ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും പറയാൻ, ഈ സിനിമയെ ബേസ് ചെയ്തിട്ടായിരിക്കരുത് നിങ്ങളുടെ റിസർച്ച്, സ്ക്രിപ്റ്റ് റിസർച്ച്. സിനിമ കണ്ടു വളരുന്ന, അത് നിങ്ങൾ സിനിമയാണ് ബേസ് ചെയ്ത് വരുന്നതെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടുവരുന്ന ഒരു ജനറേഷനാണ്. അതായിരിക്കരുത് നിങ്ങളുടെ പഠിത്തം. അതാണ് ഈ ട്രയൽ റൂം എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രയൽ റൂം എഫക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ടു പ്രൊഡ്യൂസേഴ്സ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ജനറേഷൻ ക്രോസ് ചെയ്ത് സെക്കൻഡ് ജനറേഷൻ പ്രൊഡ്യൂസേഴ്സ് വരുമ്പം അവർ അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്. എല്ലാവരും ബെൻസ് കാറായാലും BMW നടക്കുന്നത്. ഈ ബൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡയറക്ടർ പോയാൽ ബൈക്കേ നടന്നെന്ന് പറയുന്നു. അതുപോലും ബൈക്ക് പോലും ഓടിക്കാൻ അറിയാത്ത പ്രൊഡ്യൂസർമാർ ഇഷ്ടം പോലെ പേരുണ്ട്. കാറ് മാത്രം പോകുന്നത്, അത് AC കാർ ഒരു സ്ഥലത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. ഇവരൊരു കോമൺ സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. അതായത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോവും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഈ ഡയറക്ടേഴ്സിനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും, നിങ്ങൾ ക്ലാസിക് മൂവീസ് കാണുക, നിങ്ങൾ എല്ലാതരം മൂവീസ് കാണുക. പക്ഷേങ്കിൽ ജീവിത റിയാലിറ്റിയുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുക. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾക്ക് പടം പിടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, മിന്നൽ മുരളി എടുത്തത് പോലും ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ ഫ്ലേവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മിന്നൽ മുരളിക്കകത്തുള്ള ബേസ് തോട്ട് പ്രോസസ്സ്. ആ ബേസ് തോട്ട് പ്രോസസ്സ് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ, അതായത് കൈലി കൊടുത്ത സൂപ്പർ ഹീറോ ആയതുകൊണ്ടാണ് അതൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയത്. അതേസമയം ബേസിൽ പോയിട്ട് സൂപ്പർമാനെ കോപ്പി അടിക്കാൻ വേണ്ടി നോക്കിയിരുന്നെങ്കിലോ അത് ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. അതായത് മിന്നൽ മുരളി ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല അങ്ങനെ കോപ്പി അടിച്ചാൽ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഡയറക്ടേഴ്സിനടുത്തും
ഈ പ്രൊഡ്യൂസേഴ്സിനടുത്തും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനടുത്തും എല്ലാം നിങ്ങളൊരു ഒരു ഒരു സബ്ജക്റ്റ് ഇറങ്ങുമ്പം നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഗോ ഇൻ ടു ദ ഗ്രൗണ്ട് റിയാലിറ്റി ആൻഡ് ചെക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ ഗ്രൗണ്ട്. KSRTC ബസ്സിൽ പോകണമെങ്കിൽ പോവുക, പ്രൈവറ്റ് ബസ്സിൽ പോകണമെങ്കിൽ പോവുക, ഇതൊന്നും ഒരു നാണക്കേടില്ല. ദിസ് ഇസ് എ പാർട്ട് ഓഫ് യുവർ റിസർച്ച്. നിങ്ങളത് മനസ്സിലാക്കണം എന്താണ് നിങ്ങളുടെ ചുറ്റുവട്ടം നടക്കുന്നത്. റേഷൻ കടയിൽ എത്ര പേര് പോയിട്ടുണ്ട്, എത്ര ഡയറക്ടേഴ്സ് റേഷൻ കടയിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം റേഷൻ കട സീൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വേറൊരാളുടെ ജഡ്ജ്മെൻറ്റിൽ വിശ്വസിക്കുമോ? നിങ്ങൾ പോയി നോക്കുക റേഷൻ കടയിൽ എങ്ങനെയാണ് അരി തൂക്കി കൊടുക്കുന്നത്, എങ്ങനെയാണ് മണ്ണെണ്ണ എടുക്കുന്നത്, എന്താണ് റേഷൻ കടയിലുള്ളത്. ഇതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഈ ട്രയൽ റൂം എഫക്റ്റിലേക്ക് നിങ്ങൾ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് പോകണം. ഇത് ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് കൂടി തന്നെയാണ് പറയുന്നത്. പല പ്രൊഡക്ഷൻ ബാനറും പടങ്ങൾ തുരുത 5, 6 പടങ്ങളൊക്കെ പൊട്ടുന്നതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കാശ് കയ്യിലുണ്ട്, പക്ഷെ പടങ്ങൾ ഫ്ലോപ്പാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ അറിയാതെന്ന് വെച്ചാൽ അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല. അതായത് ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അമേരിക്കയിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് എന്നിട്ട് പറയും ഇത് സൂപ്പറാന്ന് പറയും. പക്ഷേ ഇത് സൂപ്പർ അല്ല. പക്ഷേ കാരണം ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല. അപ്പം ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിയുടെ ഒരു ബേസ് ലൈന് ജനകീയമായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ഫാൻറ്റസി വേണമെങ്കിലും ബിൽഡപ്പ് ചെയ്യാം. പക്ഷെ ഫാൻറ്റസിക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ള ഫാൻറ്റസൈസ് ചെയ്തിട്ടുള്ള പടങ്ങൾ മലയാളത്തിലല്ല ഇവിടെ വർക്കൗട്ട് ആവാറില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. പല പടങ്ങളും പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ട്രയൽ റൂം എഫക്റ്റ് നിങ്ങളെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും ഡെബ്യൂ ഡയറക്ടേഴ്സായിട്ട് നടക്കുന്ന ആളുടെ അടുത്ത് ഞാൻ പറയുവാണ്, നിങ്ങൾ നല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ചെന്ന്, അതായത് ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിയുമ്പം അവർ വായിച്ചു കഴിഞ്ഞിട്ട് അവർ പറയും ഇവനൊരു ബോധമില്ല, ഇതിങ്ങനെ നടക്കത്തില്ലല്ലോ, പിന്നെന്തിനാ ഇവൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ഇത് ലോജിക്ക് ഇല്ലല്ലോ, നായകൻ എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ഒരു പല അഭിപ്രായങ്ങൾ പറയും. കാരണം അത് അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്, അവർക്കറിയാം എങ്ങനെ. കാരണം പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് തന്നെ പറയുവാണ്, ഇപ്പം നിങ്ങളൊരു 30-35 വയസ്സ് പ്രൊഡ്യൂസർ ആവുന്നു, 35 വയസ്സ് വരെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഗ്രൗണ്ട് റിയാലിറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നിങ്ങൾ അതിൻ്റെ ടച്ച് വിടും. കാരണം പിന്നെ നിങ്ങൾ ബെൻസിലും BMW ഒക്കെ ആകെ നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടച്ച് വിടും. ആ ടച്ച് വിട്ട് വരുമ്പോൾ നിങ്ങൾ അറിയാൻ പോകുന്ന 10 വർഷത്തിന് ശേഷമാണ്. അത് 10 ഇയേഴ്സിന് ശേഷം നിങ്ങളുടെ പടങ്ങളൊക്കെ മാറ്റം വരും. അത് നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റുകൾക്ക് മാറ്റം വരും. ആ മാറ്റം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ താഴേക്കിടയിലേക്ക് വന്ന് നിങ്ങൾ ജീവിതാനുഭവം വീണ്ടും റീചാർജ് ചെയ്യണം. ബാറ്ററി റീചാർജ് ചെയ്യുന്നതിൻ്റെ കൂട്ട് നിങ്ങൾ ജീവിതാനുഭവം റീചാർജ് ചെയ്യണം. ഈ ഡയറക്ടേഴ്സിന് പറ്റുന്ന പ്രശ്നം അതാണ്. നിങ്ങൾ ഈ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിനെ നോക്കുക, പടങ്ങളൊക്കെ ഹിറ്റാവും, കുറച്ച് നാൾ ഓടും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കുന്ന ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇറക്കുന്ന പടത്തിനൊന്നും ഒരു പടം ഓടില്ല. പടത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി ഇല്ല. എന്താണ് ജീവിതം. അത് വലിയ കഥകൾ പറയാൻ പോകും. പിന്നെ കഥകളൊക്കെ നടക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയാണ്. അതായത് ഇന്ത്യയിൽ കഥ നടക്കുന്നതേ ഇല്ല. ഞാൻ പേര് പറയുന്നില്ല. ബോളിവുഡിലുള്ള പല പ്രൊഡക്ഷൻ ഹൗസിൻ്റെയും പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ അവരുടെ പടം നോക്കുക, ഒരു 10-15 വർഷം മുമ്പുള്ള പടം നോക്കുക, ഇപ്പോഴത്തെ പടം നോക്കുക, എല്ലാ പടങ്ങളും നടക്കുന്നത് യൂറോപ്പിലാണ്. വേറെ ഇന്ത്യയിൽ അവരുടെ സ്റ്റോറി ഇന്ത്യയിൽ നടക്കത്തില്ല. കാരണം വെച്ചാൽ അവർ സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ ടൈം യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ്. അപ്പോൾ അവരവിടെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അവിടെ ഇന്ത്യൻ കഥ അവിടെ കൊണ്ട് ബേസ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നു. ഓബ്വിയസ്ലി പടം ഫ്ലോപ്പ് ആവും. യൂറോപ്പിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല, പല പടങ്ങളും ഷൂട്ട് ചെയ്തു. ഒരു പടം എനിക്കറിയാവുന്നൊരു പടം, ആദ്യം ആ ഡയറക്ടർ ബോളിവുഡാണ് പറയുന്നത്, ത്രികോണ പ്രേമം പറഞ്ഞു, ട്രയാങ്കിൾ ലവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ നെക്സ്റ്റ് മൂവിയിൽ പെൻഡാലവ്, 5 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ലവ് ചെയ്യുന്ന കഥ പറഞ്ഞു. ഈ 2 പടങ്ങൾ ഓടിയിട്ടില്ല. അത് ഓടാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഹി ഹാസ് ലോസ്റ്റ് ദ ഗ്രൗണ്ട് ടച്ച്. പടങ്ങളെല്ലാം യൂറോപ്പ് അമേരിക്ക ഒക്കെ നടക്കുന്നു. ആ പടങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇന്ത്യക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇഷ്യൂ. എനിവേ ഗ്രൗണ്ട് സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ട്രയൽ റൂം ഇഫക്റ്റ് ദയവ് ചെയ്ത് നിങ്ങളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഓൾവേസ് ട്രൈ ടു ടച്ച് ബേസ് ടു യുവർ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ട് റിയാലിസമായിട്ട് ടച്ച് ബേസ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം. ഇടയ്ക്ക് ബെൻസ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ജസ്റ്റ് ഒരു KSRTC ബസ്സിൽ കയറി ഒന്ന് യാത്ര ചെയ്യണം. ഇടയ്ക്ക് റേഷൻ കടയിൽ പോകണം, ബെവറേജ് കോർപ്പറേഷന് മുമ്പിൽ കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് നടക്കണം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് കള്ളുകുടിയന്മാർ ഇടപെടുന്നത്, എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. അങ്ങനെയുള്ള കുറച്ചൊരു ബേസ് റിയാലിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പ്രത്യേകിച്ചും ഞാനിത് പറയാൻ കാരണം, പ്രൊഡ്യൂസേഴ്സിനെ വിട്ടേര്, ഡയറക്ടേഴ്സ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, നിങ്ങൾ സ്കൂളിൽ പഠിച്ച് നിങ്ങൾ നല്ല വലിയ ഫാമിലിയിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്, ബസ്സിലൊക്കെ ആയിരിക്കും കയറി ഇറങ്ങിയിരിക്കുന്നത്. സ്കൂൾ ബസ് വരുന്നു, സ്കൂൾ ബസ്സിൽ പോകുന്നു, അവിടെ ചെറങ്ങുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല. AC സ്കൂൾ ബസ് ആയപ്പോൾ മൊത്തം. പക്ഷെങ്കിൽ മേക്ക് ഷുവർ
you have a passion. You have a passion to say a story. ആ സ്റ്റോറി നിങ്ങൾ പറയുമ്പം ജനങ്ങൾക്കത് കണക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളിലേക്കുള്ള കണക്ഷൻ വേണം. ആ കണക്ഷൻ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞു നോക്കുന്നത്. സോ ഞാൻ ട്രയൽ റൂം എഫക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So see you guys in the next episode. Thank you very much for subscribing, likes and shares. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചെയ്യാം. Next episode, watch out for the next episode. We will see again. Thank you.